ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. അപ്പോൾ നമുക്കറിയാം KRFID എല്ലാം ടൈപ്പിസ്റ്റ് എക്സാം എല്ലാം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം എന്ന് പറയുന്നത് ഇനി വരുന്ന ടൈപ്പിസ്റ്റ് എക്സാമുകളുടെ ഒരു സുവർണ്ണ അവസരങ്ങളാണ്. ഒരുപാട് ടൈപ്പിസ്റ്റ് എക്സാമുകളുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾ ടൈപ്പിസ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു നല്ലൊരു വർഷമാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യല്ല, അത്രയും അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. സോ ഒട്ടും സമയം കളയാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്നും വെയിറ്റ് ചെയ്യാതെ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട് ടെന്നീസുമായി ബന്ധപ്പെട്ട്, അപ്പോൾ ടെന്നീസിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ആരാണ് വിജയിച്ചത്, അല്ലെങ്കിൽ ഫ്രഞ്ച് ഓപ്പൺ ആരാണ് വിജയിച്ചത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം വരാറുണ്ട്. സോ നിങ്ങൾക്ക് ഈ വർഷത്തെ 2023 വർഷത്തെ പ്രധാനപ്പെട്ട ടെന്നീസിലുള്ള ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളിലെ വിജയികളും എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെല്ലൈക്കൺ നിങ്ങൾ അമർത്തുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ പ്രധാനപ്പെട്ട ടെന്നീസിലെ ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകൾ 2023 നടന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളെ വിജയികളെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ടെന്നീസിൽ പ്രധാനമായിട്ടും 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണുള്ളത് അല്ലേ. ഏതൊക്കെയാണ്? വിംബിൾഡൺ ഉണ്ട്, ദെൻ US ഓപ്പൺ ഉണ്ട്, ദെൻ ഏതാണ്, ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്. ഇതിൽ ഏറ്റവും ആദ്യം നടക്കുന്നത് ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഒരു വർഷത്തിൽ ആദ്യം നടക്കുന്ന ഓപ്പൺ ഏതാണ്? അത് ഓസ്ട്രേലിയൻ ഓപ്പണും. അവസാനം നടക്കുന്നത് ഏതാണ്? US ഓപ്പണുമാണ്. അവസാനം നടക്കുന്ന ഏതാണ്? US ഓപ്പണുമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ടെന്നീസിൽ ഒരു കലണ്ടർ വർഷത്തിൽ 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളാണ് നടക്കുക. ഓക്കെ, ഏതൊക്കെയാണ്? വിംബിൾഡൺ ഉണ്ട്, അതുപോലെ US ഓപ്പൺ ഉണ്ട്, ദെൻ ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്. ഇങ്ങനെ 4 ഓപ്പണുകളും അതിൻ്റെ കിരീടങ്ങളും ട്രോഫീസുമാണ് നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണുന്നത്. സോ ഈ വർഷത്തെ 2023 പ്രധാനപ്പെട്ട ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളുടെ വിജയികളെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു കലണ്ടർ വർഷത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ഓപ്പൺ ആണ് ഇത്. ടെന്നീസിലെ ഗ്രാൻഡ് സ്ലാം ഓപ്പൺ ഏതാണ് ചാമ്പ്യൻഷിപ്പ് ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. അപ്പോൾ അതിൽ പുരുഷ വിഭാഗം വിജയി ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ് അല്ലേ. സെർബിയൻ ഇതിഹാസമായിട്ടുള്ള നൊവാക് ജോക്കോവിച്ച് ആണ് 2023 ഓസ്ട്രേലിയൻ ഓപ്പണിലെ വിജയി എന്ന് പറയുന്നത്. പുരുഷ വിഭാഗത്തിൽ അദ്ദേഹത്തിന് നിലവിൽ 24 ഗ്രാൻഡ് സ്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന് 22ാം ഗ്രാൻഡ് സ്ലാം കിരീടമായിരുന്നു അത്. സോ അതുകൊണ്ടാണ് ഞാനിവിടെ 22 ഗ്രാൻഡ് സ്ലാം എന്ന് കൊടുത്തിട്ടുള്ളത്. നിലവിൽ അദ്ദേഹത്തിന് 24 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്തത് വനിതാ ചാമ്പ്യൻ ആരാണ്? അരിയാന സെബലങ്ക എന്ന് പറയുന്ന ബെലാറസുകാരിയാണ്. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പണിലെ വനിതാ വിഭാഗം വിജയിയാണ് അരിയാന സെബലങ്ക. ബെലാറസുകാരിയാണ് അരിയാന സെബലങ്ക എന്ന് പറയുന്നത്. അവർക്ക് പ്രത്യേകതയുണ്ട്. സെബലങ്ക ഓസ്ട്രേലിയൻ ഓപ്പണിലെ ആദ്യ ന്യൂട്രൽ ചാമ്പ്യനായി. അപ്പോൾ എന്താണ് ന്യൂട്രൽ ചാമ്പ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു റഷ്യയുടെയും അതുപോലെ ബെലാറസ് തുടങ്ങിയ രാജ്യങ്ങളുടെ പ്ലേയേഴ്സിന് അവരുടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഫ്ലാഗിന് കീഴിൽ മത്സരിക്കാൻ പറ്റൂല. ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് റഷ്യ ഇപ്പോൾ ഒളിമ്പിക്സ് എല്ലാം വിലക്കിയിട്ടുണ്ടല്ലേ, പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ആ ഒരു യുക്രൈൻ്റെ സമയത്തല്ല, ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ടെല്ലാം റഷ്യ ബെലാറസ് തുടങ്ങിയ രാജ്യങ്ങളിലെ താരങ്ങൾ അവരുടെ ഫ്ലാഗിന് കീഴിൽ മത്സരിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വിജയിച്ചത് ആരാണ്? ഒരു ബെലാറസുകാരിയാണ്. അവർ ശരിക്കും ബെലാറസ് എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ടാണോ മത്സരിച്ചത്? അല്ല, ആ ഒരു ബെലാറസുകാരിയാണെങ്കിലും ആ ഒരു ഫ്ലാഗിന് കീഴിലല്ല മത്സരിച്ചത്. അതുകൊണ്ടാണ് ന്യൂട്രൽ ചാമ്പ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പണിലെ ആദ്യ ന്യൂട്രൽ ചാമ്പ്യൻ ആണ് ആര്? അരിയാന സെബലങ്ക എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഒരു കലണ്ടർ വർഷത്തിലെ 2ാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുന്നത്. ഇപ്പം 2023 ഫ്രഞ്ച് ഓപ്പണിലെ ചാമ്പ്യൻ ആരാണ്? അതും ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. നൊവാക് ജോക്കോവിച്ചിന്റെ എത്രാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമാവും ഫ്രഞ്ച് ഓപ്പണ്? 23ാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമാണ് നൊവാക് ജോക്കോവിച്ച് ഫ്രഞ്ച് ഓപ്പണിലൂടെ കരസ്ഥമാക്കിയിട്ടുള്ളത്. സി റൂഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം തോൽപ്പിച്ചത് കേട്ടോ. സി റൂഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. ഇനി
വനിതാ വിഭാഗം ചാമ്പ്യൻ ആരാണ്? ഇഗ സ്വിയാടെക് ആണ്. ഇഗ സ്വിയാടെക് എന്ന് പറയുന്ന പോളണ്ടുകാരിയാണ്. ഇഗ സ്വിയാടെക് എന്ന് പറയുന്ന പോളണ്ടുകാരിയാണ് വനിതാ വിഭാഗം ചാമ്പ്യൻ എന്ന് പറയുന്നത്. റണ്ണേഴ്സ് അപ്പ് ആരായിരുന്നു? കെ മുച്ചോവ എന്ന് പറയുന്ന വ്യക്തിയാണ് റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പ്ലേസ് ആർക്കായിരുന്നു? കെ മുച്ചോവ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അപ്പോൾ പുരുഷ വിഭാഗം ചാമ്പ്യൻ ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. വനിതാ വിഭാഗം ചാമ്പ്യൻ ആരാണ്? ഇഗ സ്വിയാടെക് ആണ്. പോയിന്റ് പറയുന്നുണ്ട്, ജോക്കോവിച്ചിന്റെ 23ാം ഗ്രാൻഡ് സ്ലാം കിരീടം ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടിയ പുരുഷ താരമാണ് ആര്? നൊവാക് ജോക്കോവിച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നൊവാക് ജോക്കോവിച്ചിന് ടോട്ടൽ 24 ഗ്രാൻഡ് സ്ലാം നിലവിലുണ്ട്. ഓക്കെ, അദ്ദേഹം ഫ്രഞ്ച് ഓപ്പൺ നേടിയപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന പുരുഷ താരമായിട്ട് മാറിയിട്ടുണ്ട്. അത് 22 ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ സ്പെയിനിന്റെ റഫേൽ നദാലിനായിരുന്നു ആ റെക്കോർഡ് എന്ന് പറയുന്നത്. ആ റെക്കോർഡ് ആര് മറികടന്നു? നമ്മുടെ നൊവാക് ജോക്കോവിച്ച് മറികടന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ ഇഗ സ്വിയാടെക്കിന്റെ തുടർച്ചയായ 2ാം ഫ്രഞ്ച് ഓപ്പൺ കിരീടം. ഈ പോയിന്റ് ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചോദിക്കാം, 2022 ഫ്രഞ്ച് ഓപ്പൺ നേടിയത് ആരെന്ന് ചോദിക്കാം. 2022 ആയാലും 23 ആയാലും ആരാണോ? ഇഗ സ്വിയാടെക് എന്ന് പറയുന്ന പോളണ്ടുകാരിയാണ് ഫ്രഞ്ച് ഓപ്പണിലെ വിജയി എന്ന് പറയുന്നത്. സോ സെറ്റ് ആണല്ലോ. നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, ടൈപ്പിസ്റ്റ് എക്സാമുകൾ നിരവധി ഇനി നോട്ടിഫിക്കേഷൻ വിളിക്കാനുണ്ട്. സോ നിങ്ങൾക്ക് ടൈപ്പിസ്റ്റ് എക്സാമിന് നിങ്ങൾക്ക് ആ ഒരു ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ CC എന്ന് പറയുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 8590202323 നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ബിഗ് ഡേ ആണ് ആ ഒരു ഓഫേഴ്സാണ്, നിരവധി ഓഫേഴ്സാണ് ഈ ബിഗ് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏത് എക്സാം ആയാലും, PSC ആയാലും, ടൈപ്പിസ്റ്റ് ആയാലും, കേട്ടറ്റ് ആയാലും നല്ല മികച്ച ഓഫറുകളാണ്, ഇതുവരെ ആരും കൊടുക്കാത്ത ഓഫറുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങളൊരു കോഴ്സ് ടൈപ്പിസ്റ്റ് ആയാലും മറ്റ് എക്സാമുകളായാലും നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു സമയമാണ്, ഒരുപാട് ഓഫേഴ്സ് ഉള്ള സമയമാണ്. സോ ഇതാണ് ആ ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അല്ലേ. സോ അതുകൊണ്ട് ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ ലോങ് ബാച്ച് ഇനി വരുന്ന ഒരുപാട് എക്സാമുകൾ വിളിക്കാനുണ്ട്. സോ അതിൻ്റെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ലോങ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനായിട്ട് നിങ്ങൾ താഴെ കൊടുത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 8590202323 നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ, നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകതകളാണ്, ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, നിങ്ങൾക്ക് എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, മെൻറ്റർഷിപ്പ് ഉണ്ടാവും, PDF നോട്ട്സ് ഉണ്ട്, ലൈവ് ഡിസ്കസിങ് സെഷൻസ് ഉണ്ട്, പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നൽകുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ CC എന്ന് പറയുന്നത്. ഇനി ഒട്ടും സമയം കളയരുത്, നിങ്ങൾ CCയോടൊപ്പം റാങ്ക് നേടാൻ വേണ്ടി ഇന്ന് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബാച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്ത വിംബിൾഡൺ ആണ്. വിംബിൾഡൺ ആണ് കലണ്ടർ വർഷത്തിലെ 3ാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടം എന്ന് പറയുന്നത്. വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ആരാണ്? മാർക്കറ്റ വെൻഡ്രോസോവയാണ്. ആരാണ്? മാർക്കറ്റ വോൺഡ്രോസോവ എന്ന് പറയുന്ന ചെക്ക് റിപ്പബ്ലിക്കുകാരിയാണ് വനിതാ വിഭാഗത്തിൽ വിംബിൾഡൺ കിരീടം നേടിയത്. ഓപ്പൺ കാലഘട്ടത്തിൽ സീഡില്ലാതെ വിംബിൾഡൺ കിരീടം നേടുന്ന ആദ്യ വനിതാ താരമായിട്ട് ആര് മാറുന്നുണ്ട്? നമ്മുടെ മാർക്കറ്റ മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വിംബിൾഡൺ 2023 വനിതാ വിഭാഗം ചാമ്പ്യൻ ആരാണ്? മാർക്കറ്റ വെൻഡ്രോസോവയാണ്, ചെക്ക് റിപ്പബ്ലിക്കാരിയാണ്. ഓക്കെ, അവർ ഓപ്പൺ കാലഘട്ടത്തിൽ സീഡ് ചെയ്യപ്പെടുക. നിങ്ങൾ ന്യൂസ് കേൾക്കുന്ന സമയത്ത് കേൾക്കുന്നുണ്ടാവും, 1ാം സീഡ്, 2ാം സീഡ്, 5ാം സീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. സോ സീഡ് ഇല്ലാതെ വിംബിൾഡൺ കിരീടം നേടുന്ന ആദ്യ വനിതാ താരമാണ് ആര്? നമ്മുടെ മാർക്കറ്റ വെൻഡ്രോസോവ എന്ന് പറയുന്നത്. ഇനി പുരുഷ വിഭാഗം ആരാണ് ചാമ്പ്യൻ? ആരാണ്? നൊവാക് ജോക്കോവിനെ തോൽപ്പിച്ചുകൊണ്ട് കാർലോസ് അൽക്കാരസ് എന്ന് പറയുന്ന സ്പെയിൻകാരനാണ് കേട്ടോ. കാർലോസ് അൽക്കാരസ് എന്ന് പറയുന്ന സ്പാനിഷ് താരമാണ് വിംബിൾഡണിലെ പുരുഷ വിഭാഗം ചാമ്പ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കുക, ഈ വർഷം നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ, അതുപോലെ ഫ്രഞ്ച് ഓപ്പൺ, ദെൻ US ഓപ്പൺ, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലെല്ലാം ചാമ്പ്യൻ, പുരുഷ വിഭാഗം ചാമ്പ്യന് നൊവാക് ജോക്കോവിച്ച് ആണ്. നൊവാക് ജോക്കോവിച്ച് ചാമ്പ്യൻ അല്ലാത്ത ഒരേ ഒരു ഗ്രാൻഡ് സ്ലാം ഈ വർഷത്തിൽ നടന്നിട്ടുള്ളൂ. അത് ഏതാണ്? വിംബിൾഡൺ ആണ്. ബാക്കി എല്ലാത്തിലും, ബാക്കി 3 ഗ്രാൻഡ് സ്ലാം കിരീടത്തിലും എന്താണ്
ആര് ചാമ്പ്യൻ ആയിട്ടുണ്ട്? നമ്മുടെ നൊവാക് ജോക്കോവിച്ച് ചാമ്പ്യൻ ആയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അടുത്ത നമ്മൾ US ഓപ്പണുമായി ബന്ധപ്പെട്ട ഒരു വർഷത്തിലെ, അതായത് ഒരു കലണ്ടർ വർഷത്തിലെ അവസാനത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമാണ് US ഓപ്പൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നൊവാക് ജോക്കോവിച്ച് ആണ് ചാമ്പ്യൻ ആയത്. അദ്ദേഹത്തിൻ്റെ 24ാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമായിരുന്നു. ഞാൻ പറഞ്ഞു നിലവിൽ അദ്ദേഹത്തിന് 24 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ചാമ്പ്യൻ ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ് പുരുഷ വിഭാഗത്തിൽ ചാമ്പ്യൻ എന്ന് പറയുന്നത്. വനിതാ വിഭാഗത്തിൽ ആരാണ്? കൊക്കോ ഗാഫ് എന്ന് പറയുന്ന USA കാരിയാണ്. കൊക്കോ ഗാഫ് എന്ന് പറയുന്ന USA കാരിയാണ്. സെറീന വില്യംസിന് ശേഷം ഗ്രാൻഡ് സ്ലാം നേടുന്ന പ്രായം കുറഞ്ഞ അമേരിക്കൻ താരമാണ് കൊക്കോ ഗാഫ് എന്ന് പറയുന്ന വ്യക്തി. കൊക്കോ ഗാഫ് എന്ന് പറയുന്ന USA കാരി എന്താണ്? സെറീന വില്യംസിന് ശേഷം അല്ലെ. സെറീന വില്യംസ് എന്ന് പറഞ്ഞാൽ സെറീന വില്യംസിന് എത്ര ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുണ്ട്? 24 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുണ്ട്. സോ സെറീന വില്യംസിന് ശേഷം ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന പ്രായം കുറഞ്ഞ അമേരിക്കൻ താരമാണ് ആര്? കൊക്കോ ഗാഫ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അടുത്തത് ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് തന്നെ അടുത്ത PSC പരീക്ഷകളിൽ നിരന്തരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഒരു ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബോപ്പണ്ണ. ഓക്കെ, രോഹൻ ബോപ്പണ്ണ എന്ന് പറയുന്ന അദ്ദേഹത്തിന് 43 വയസ്സായിരുന്നു അദ്ദേഹം ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ എത്തുമ്പോൾ. അദ്ദേഹം മെൻസ് ഡബിൾസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഒരു ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ എത്തുന്നത്. US ഓപ്പണിലാണ് അദ്ദേഹം ഫൈനലിൽ എത്തുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ US ഓപ്പണിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടുത്തിയത്. US ഓപ്പണിലെ ഫൈനലിലാണ് നമ്മുടെ രോഹൻ ബോപ്പണ്ണ മെൻസ് ഡബിൾസ് കാറ്റഗറിയിൽ. അദ്ദേഹത്തിൻ്റെ പെയർ ആരായിരുന്നു? എം ബെഡൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആര്? രോഹൻ ബോപ്പണ്ണ എന്ന് പറയുന്നത്. US ഓപ്പണിലാണ് അദ്ദേഹം ഫൈനലിൽ എത്തുന്നത്. മെൻസ് ഡബിൾസ് കാറ്റഗറിയിലായിരുന്നു. എംബഡൻ ആണ് അദ്ദേഹത്തിൻ്റെ പെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളും അതിലെ വിജയികളും പിന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റഡ് പോയിന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ. കുറച്ച് സ്പെഷ്യൽ പോയിന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്